ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയും ഒരു ചെറിയ വീഡിയോ കാരണം ഇന്ന് ദിവസങ്ങളിൽ എനിക്ക് നല്ല ബിസിയായ ദിവസങ്ങളായിരുന്നു. കാരണം അച്ചാറൊക്കെ ഇടേണ്ടതായിട്ടുണ്ട്, പിന്നെ അത് പാക്ക് ചെയ്യണം. നല്ലൊരു തിരക്കായതുകൊണ്ട് കുറേശ്ശെ ഇതേ എടുക്കുന്നുള്ളായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇടാതിരുന്നോണ്ടേ ഇത് ഇച്ചിരി ഒരു മങ്ങൽ. ഞാൻ ഇന്നലെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് പേര് വാട്സപ്പിലൊക്കെ മെസ്സേജ് ഇട്ട്, യോ ചേച്ചിയെ കണ്ടില്ലല്ലോ, എന്തു പറ്റി, കോള് ചെയ്തിട്ട് എടുത്തില്ല, ആരാ അത് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ബിസി ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനൊന്ന് മൊബൈൽ നോക്കും, വാട്സപ്പ്. പിന്നെ മെസ്സേജൊക്കെ ഇങ്ങനൊന്ന് ഓപ്പൺ ചെയ്യും. പിന്നെ സാവകാശം വന്നിരുന്ന് കേൾക്കാനൊക്കെയുള്ള ചിന്തയിലിരിക്കും. കാരണം നമ്മൾ ഈ അച്ചാറൊക്കെ ഇടുന്ന സമയത്ത്, അച്ചാർ ഇടുന്ന സമയത്തൊന്നും നോക്കത്തില്ല, ഇടയ്ക്കല്ലേ ഇത്രയും ഒന്ന് ഫ്രീ ആയിട്ട് വരുമ്പോൾ ഒന്ന് നോക്കും ഞാൻ എന്തൊക്കെയുണ്ട് മൊബൈലിനകത്ത്, എന്തൊക്കെ വിശേഷങ്ങളുണ്ടെന്നറിയാം. അപ്പോൾ ചിലരുടെ മെസ്സേജ് ഞാൻ കുറച്ച് റിപ്ലൈ ഇട്ടിട്ടായിരിക്കും പോന്ന്. അയ്യോ, സ്പേസ് ഇല്ലെന്ന് പറഞ്ഞ് മെസ്സേജ് വരുന്നു. കുറച്ച് മെസ്സേജ് കേട്ട് അവർക്ക് റിപ്ലൈ കൊടുത്തിട്ട് പിന്നെ വീണ്ടും അടുക്കളയിലൊക്കെ പോകും. അപ്പോൾ അവർ ചിന്തിക്കും, അവർ പിന്നെ വീണ്ടും അതിൻ്റെ റിപ്ലൈ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്നെ കുറച്ച് നേരം കാണത്തില്ല. അവർ ചിന്തിക്കുമായിരിക്കും, ഈ ചേച്ചി എവിടെ പോയി കണ്ടിട്ട് റിപ്ലൈ എന്താ തരാത്തതെന്നായിരിക്കും ചിന്തിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് കേൾക്കും, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അതുപോലെ ഫ്രീ ആയിട്ടിരിക്കുവാണെങ്കിൽ ഞാൻ റിപ്ലൈ ഉടനെ കൊടുക്കും. അങ്ങനെ വാട്സപ്പ് ചെയ്ത് മെസ്സേജ് ചെയ്ത് ചോദിച്ചവർക്കും അല്ലാതെ ഇപ്പം കമൻറ്റിൽ കൂടെ ചോദിച്ചവർക്കും എല്ലാം ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഒരു ദിവസം കാണാതിരുന്നപ്പോഴത്തേക്കിനൊക്കെ എല്ലാവരും എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ ചേച്ചി എവിടെ പോയെന്നൊക്കെ തിരക്കുന്നത്. പിന്നെന്തായിരുന്നു, പിന്നെ എന്തെങ്ങാണ്ടൊക്കെ ഉണ്ടായിരുന്നു, മറന്നു പോയി. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം അടിയിട്ടു റീസൺ, നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന വീഡിയോകളൊന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണേ. ഇപ്പം വ്യൂസ് തീരെ കുറവായിട്ടാണ് വരുന്നത്. പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കുക. ലൈക്കൊക്കെ ഒന്ന് ചെയ്ത് കാണുന്ന സമയത്ത്, ഞാൻ ഈ പറയുന്ന സമയത്ത് വീഡിയോ കണ്ട് അപ്പോൾ നിങ്ങൾ എനിക്ക് ഫുള്ള് കാണാതെ ഇങ്ങനെ ഞങ്ങൾ ലൈക്ക് അടിക്കുന്നതല്ലേ. ഒരു ലൈക്ക് തന്നെ ഇട്ടേരെ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചൂട് കാരണം പയ്യെന്നുള്ളയാണ്. ഇവനോട് ഞാൻ പറഞ്ഞ, എടാ നീ വെളിയിൽ പോ, എനിക്ക് പെട്ടെന്ന് ഇന്നിപ്പം മീറ്റിംഗ് ഉണ്ട്, എളുപ്പം വീഡിയോ എഡിറ്റ്, അല്ലെങ്കിൽ ഞാൻ പാതിരാത്രിക്ക് കുത്തിയിരുന്ന, പാതിരാത്രി ആകുമ്പോഴത്തേക്കും ഇവിടെ ഇവരെല്ലാം റേച്ചാൻ വരും, പോള് വരും, എല്ലാവരും വരുമ്പോഴത്തേക്കും പിന്നെ അവിടെ ഹോളി ഇവരിയ്ക്കുവാന്നേലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴും അത് ഇവിടെ നന്നായിട്ട് സൗണ്ട് കേൾക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞേട്ടാ നീ ഇപ്പം വെളിയിൽ പോയി. ഇവൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ അവൻ്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടി അവൻ അത് എന്ന് പറയും, വെടിയും വെച്ചോണ്ട് ഇങ്ങനെ തോക്കും കൊണ്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും സൗണ്ട് കേൾപ്പിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇവിടെ വന്നിരുന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുക, എന്നെ ഞോണ്ടി. ഞാൻ പറഞ്ഞ അവിടെ പോയി ഇരി കുറച്ച് നേരം, ഞാൻ എളുപ്പം എഡിറ്റ് ചെയ്തിട്ട് ഇപ്പം സമയമായെന്ന്. ഓക്കെ, ഇപ്പോൾ രാവിലെ ചായയൊക്കെ ഉണ്ടാക്കി വെച്ച് അതിന് ശേഷം ദോശ ഉണ്ടാക്കുന്നത്, ദോശയും സാമ്പാറും ഇടാം. അപ്പോൾ ഈ കട്ടി കുറഞ്ഞ ദോശ, അത് ഫ്രഷ് മാവല്ലായിരുന്നു, നേരത്തെ ഇരുന്ന മാവ്, അതുകൊണ്ട് ഇഡലി ഉണ്ടാക്കാക്കത്തില്ല. അതുകൊണ്ട് ഞാനങ്ങ് ദോശ ഉണ്ടാക്കാമെന്ന് വെച്ച് ഇങ്ങനെ കട്ടി കുറച്ച് ഇച്ചിരി എണ്ണയൊക്കെ തൂവി. അപ്പം ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് അറിയാമല്ലേ, വെള്ളം ക്യാനി നിറയ്ക്കണം. അവിടെ എല്ലാം പാതാമ്പരമെല്ലാം നമ്മുടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അടുത്ത കഞ്ഞിക്ക് വെള്ളം വെക്കണം. അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് അടുത്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കട്ടെ. വെള്ളമൊക്കെ കുടിക്കാൻ വെക്കണം. അപ്പം ഞാൻ പറയില്ല, ചൂട് കാരണം മുടിയൊന്നും അഴിച്ചിടുക, അല്ലെങ്കിലും ഞാൻ കൂടുതലും ഇങ്ങനെ മേലെ ഇങ്ങനെ ക്ലിപ്പ് ഇടുക ചെയ്യുന്നത്. അപ്പോൾ ഇനിയും കാണിക്കുന്ന ക്ലിപ്പ് ഞായറാഴ്ചത്തെ ഇച്ചിരി ക്ലിപ്പ് ഇടാനുണ്ടായിരുന്നു. ഞാൻ വെജിറ്റബിളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നില്ലേ, അത് ഞാൻ ഇന്നലെ ഇത് ഇടാനിരുന്നേ, പക്ഷേ അത് വീഡിയോ ക്ലിപ്പ് ഇതിൽ ആഡായില്ല. കാബേജ് എന്താ വില അറിയിച്ച? കാബേജ് വെണ്ടയ്ക്കയോ? ഇത് 1 കിലോ ഉണ്ടോ? നെയ്യലത്തെ
ഞാൻ നോക്കട്ടെ, 1 കിലോ ഇല്ലത്. अरे किलो क्या വെണ്ടയ്ക്ക ഭീണ്ടി എന്താ ദൈവമേ വെണ്ടയ്ക്ക നാളെ പ്രൈസിന് വെണ്ടയ്ക്ക ഉണ്ടാക്കാം. അത് സ്റ്റാർട്ടിങ്ങില് അങ്ങനെ നോക്കൂ ഇച്ചിരി. അപ്പം സംഭവം എന്തുവന്നോ, റീച്ചാന് മലയാളത്തിൽ വെണ്ടയ്ക്ക എന്തുവാ എന്ന് പറഞ്ഞത് മനസ്സിലായില്ല. റീച്ചാൻ ചിന്തിച്ച് വെണ്ടയ്ക്ക എന്ന് പറഞ്ഞത് ഞാൻ കോവയ്ക്ക പറഞ്ഞതെന്ന്. കോവയ്ക്ക 1 കിലോയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇത് കോവയ്ക്കാന്ന് പറഞ്ഞ ആൾ പറഞ്ഞ് 1 കിലോ ഉണ്ടെന്ന്. അപ്പോൾ ഇത് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഇത് 1 കിലോ ഇല്ലെന്ന്. അതാ ഞാൻ പറഞ്ഞ് ഒന്ന് വെയിറ്റ് എടുത്ത് നോക്കിയത്. അപ്പോൾ 1/2 കിലോയേ ഉള്ളൂ. എന്തോ ചെയ്യുമെന്ന് പറ. പ്രൈസിന് കുളിക്കുമ്പോൾ ഒരു സോഫ്റ്റ് ഈ കൈപിടിയുള്ള ഒരു കാത്ത ഉണ്ട്. അത് സോഫ്റ്റ് ആയതുകൊണ്ട് അവനിപ്പം ഈ അല്ലാത്ത കാത്ത ഉണ്ടല്ലേ ഒരിത്തിരി ഹാർഡായിട്ടുള്ളത് അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. അതിട്ട് കുളിക്കുക. അപ്പോൾ അത് സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് വേദന. ഞാൻ പറയാം അതൊന്ന് സോഫ്റ്റ് ആവണം, അത്രയും നാൾ നിനക്ക് വേദന എടുക്കുമെന്ന്. അപ്പം ബീട്രൂട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന കണ്ടോ. ഇത് ഞാൻ എന്തോ ചെയ്യിച്ചു, ഒന്നീ ചോപ്പറി ഇടാം അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടാം, അല്ലാതെ തോരനൊന്നും കൈ കൊണ്ടൊന്നും കൊത്തി അരിയാക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ ഞാൻ ക്യാനെല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് കുടിക്കാനൊക്കെ വെച്ച് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. നമ്മൾ സ്റ്റൗ കത്തിക്കുമ്പോൾ ഫാൻ ഇടാക്കത്തില്ലല്ലേ, എക്സോസ് ഇടും, എന്നാലും നമുക്ക് കാറ്റെടുത്താൽ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനൊരു ഫാൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ പുറകിൽ കൊണ്ട് വച്ചേക്കുക. പുറകിലേലും ഇച്ചിരി കാറ്റടിക്കട്ടെന്നും പറഞ്ഞ്. കാരണം അത്രയ്ക്ക് കാലില്ല വെള്ളം ഒഴുകുക. അപ്പോൾ അതുകൊണ്ട് വെക്കുമ്പം ഒരു സൗണ്ടും ഉണ്ട്. പക്ഷേ നമുക്ക് കാലിൻ്റെ അവിടെയൊക്കെ പുറകിലൊക്കെ നല്ല കാറ്റ് കിട്ടും. പക്ഷേ നമ്മളിങ്ങനെ നിന്ന് ചെയ്യുന്നതുകൊണ്ട് ഗ്യാസ് എൻ്റെ അവിടോട്ട് വരത്തില്ല. താഴെ വരെ കാലിൻ്റെ മുട്ട് വരെ കാറ്റടിക്കത്തുള്ളൂ. അതിനുശേഷം ഞാൻ പിന്നെ തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകാനിട്ട്. കുറച്ച് തുണികളൂടെ ഉണ്ട്. അത് ഞാനിപ്പം അത് ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എടുത്ത് വെളിയിലിട്ടിട്ടുണ്ട്, നാളെ കഴുകാമെന്നും പറഞ്ഞ്. ഇവിടെ ഒരാൾ വേണ്ടാന്നും പറഞ്ഞിരുന്നിട്ട് ഇപ്പം സമയം ഇച്ചിരിയായി. ഇപ്പം കുത്തിയിരുന്ന് കഴിക്കുക. അതിനുശേഷം അരിയൊക്കെ വെള്ളത്തിയിട്ട് അരിയൊക്കെ തിളയ്ക്കട്ടെ. ഇന്നലെ കൊണ്ടുവന്ന പൊട്ടറ്റോയും സവാളയൊന്നും എടുത്ത് വെച്ചില്ലായിരുന്നു. അതൊക്കെ ഇപ്പോഴാണ് എടുത്ത് വെക്കുന്നത്. ഈ സാധനങ്ങൾ വന്നാലും അത് പിന്നെ നമ്മളെല്ലാം പാത്രത്തിലൊക്കെ ഡബ്ബയിലൊക്കെ ഇട്ട് വെക്കുക എന്ന് പറയുന്നത് ഒരു മെനക്കേട് പരിപാടിയാണ്. അപ്പം മുറത്ത് ഞാൻ വെച്ചത് അത് നമ്മളിൽ ഇന്നലെ എടുത്ത് വെച്ചതാണ്. അപ്പം ഫ്രിഡ്ജിൽ ബാക്കി വെജിറ്റബിൾസ് എല്ലാം എടുത്ത് വെച്ചു. ഇതൊക്കെ വെക്കാൻ സ്ഥലമില്ല. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ ഒരു ദിവസത്തേക്കിന് ഈ കാബേജും വെണ്ടയ്ക്ക ആകുമ്പോൾ അവന് കൂട്ടാൻ ഉണ്ടാക്കാം. കാബേജ് ഒരു ദിവസം വെളിയിരുന്നാലും കുഴപ്പമില്ലല്ലേ. അപ്പം അങ്ങനെ അത് മുറത്തിലെടുത്ത് വെച്ചതാണ്. വെണ്ടയ്ക്കാക്കി ഉള്ളി എടുക്കട്ടെ. വിശ്വാസിക്ക് വാർത്തകയുണ്ട്. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞെടുത്തു. പിന്നെ അതിലേക്ക് ഇപ്രാവശ്യം കൊണ്ടുവന്ന വെണ്ടയ്ക്കയിൽ ഒരെണ്ണേ ഉള്ളായിരുന്നു മുറ്റിയത്. ഞാൻ പറഞ്ഞു കൊടുത്ത് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു വാലൊടിച്ച്. ഞാൻ പറഞ്ഞ ഇവിടങ്ങളിലുള്ളവരൊക്കെ വാലാണ് ഒടിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഞെക്കി നോക്കുമ്പം നമുക്കറിയാമല്ലോ, മുറ്റിയത് കൈ കൊണ്ട് ആക്കുമ്പോൾ അറിയാമല്ലോ. അതുകൊണ്ട് ഇപ്രാവശ്യം കൊണ്ടുവന്നത് ഒരെണ്ണേ ഉള്ളായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ജയശ്രീ ഉണ്ടല്ലോ, ജയശ്രീ പറയുക ഞാൻ
ഉള്ളി അരിയുന്ന പോലെ സവാള അരിയുന്ന പോലെ പാവ അരിയാൻ പോയി കൈ മുറിച്ചെന്ന്. അപ്പോൾ എനിക്കും ആദ്യമൊക്കെ ഒന്നും പ്രാക്ടീസ് ഇല്ലായിരുന്നു. പിന്നെ ചെയ്ത് എനിക്ക് ഈ കാറ്ററിംഗുകാരൊക്കെ സവാള അരിയുന്ന കണ്ടിട്ടുണ്ടോ, കിടുകിടുകിടുകിടാന്ന്. അതുപോലെ ചെയ്യാൻ എനിക്കും ഇഷ്ടമാണ്. പക്ഷേ ഇതുവരെ എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. പോടാ കാക്കയെന്ന് പറഞ്ഞാന്നോ? കാക്ക കേൾക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ എപ്പോഴും വന്ന് ജനലിൻ്റെ അവിടെ ഒരു കാക്കയിരിക്കും. അപ്പോൾ അവൻ വന്ന് പോടാ കാക്കയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തോ പറഞ്ഞേ? അപ്പോൾ കാക്കയെടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാക്ക കേൾക്കുകയും ചെയ്തെന്ന്. അപ്പോൾ അവൻ പറ ഇല്ല കേട്ടില്ല. അപ്പം ഞാൻ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്ക് വേണ്ടി ഓയിൽ ഒഴിച്ചിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് അതിന് ശേഷം വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പ്രൈസിന് ചപ്പാത്തിക്ക് ഈ ഒരു സാധനമാണ് ഇഷ്ടം. വേറെ ഒന്നിനോടും ഇപ്പം താല്പര്യമില്ല. അപ്പോൾ അതിനി ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ കിടക്കട്ടെ. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ തുണിയൊക്കെ വാഷിങ്ങിങ് കുറേ നേരമായി കഴിഞ്ഞിട്ട് പിന്നെ ഈ വെണ്ടയ്ക്ക ഞാനൊന്ന് അടപ്പത്തിട്ടിട്ട് തുണികൾ വിരിക്കാമെന്നുള്ള ഇതിന് വെച്ചതാണ്. അല്ലെങ്കിൽ നടക്കത്തില്ല കാര്യങ്ങൾ. അപ്പോൾ ആകെ ഹോളിലിടാനുള്ളത് അവിടെ കൊണ്ടിട്ട് ഇവിടെ ഉള്ളത് ഇവിടെ ഇട്ട്. ഒരാൾ എന്നോട് ദേഷ്യപ്പെട്ടിരുന്ന് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു രാവിലെ തൊട്ട് വൈകുന്നേരം അങ്ങനെ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലേ, നിർത്താൻ പറഞ്ഞു. ഞാൻ ചാർജിങ്ങിന് വെക്കാൻ ഞാൻ എടുത്ത അപ്പച്ചൻ പറയും അന്നേരം ഞാൻ പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. നോക്കിയാണെങ്കിൽ വീണ്ടും എടുത്തോണ്ടിരിക്കുന്നു. ഇപ്പോൾ വഴക്ക് പറഞ്ഞു തന്നെ ഇന്ന് റീഡ് ചെയ്യുക എന്നെ അവിടെ പറഞ്ഞിട്ട്. അപ്പം മോര് വെക്കാനായിട്ട് ഇച്ചിരി തൈര് മോരടിച്ചായിരുന്നു. അപ്പം ഞാൻ ഇച്ചിരി മോരും വെള്ളം കുടിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ആൻറ്റി എനിക്കൊരു സബ്സ്ക്രൈബർ ആൻറ്റി ഒരു വീഡിയോ അയച്ചു തന്നായിരുന്നു. മോരും വെള്ളത്തിൻ്റെ പരസ്യം. മോരും വെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിലെന്തൊക്കെയാണ് ഇടുന്നത്, കേരളക്കാർ കുടിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ശരീരത്തിന് തണുപ്പ അങ്ങനെയൊക്കെയുള്ളൊരു പാട്ടും അങ്ങനെയുള്ളൊരു വീഡിയോ. ആ പാട്ട് കേൾക്കാൻ നല്ലൊരു രസമായിരുന്നു. ആ മോറുവെള്ളം കേൾക്കാൻ. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞൊരു അവിയൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ അധികമൊന്നുമില്ല, കുറച്ച് കഷ്ണങ്ങളേ ഉള്ളൂ. അതിലേക്ക് കഴിഞ്ഞ ദിവസം കഴിച്ചാൽ ഈ കണ്ണഞ്ചേമ്പല്ല കുഞ്ഞ് ഇവിടെ അറേബ്യയിൽ നിന്ന് അങ്ങാണ്ടാ പറയുന്നതെന്ന് തോന്നുന്നു. ചെറിയ ചേമ്പുണ്ട്. നമ്മുടെ നാട്ടിലത്തേൻ്റെ അത്രയും വേവ് അങ്ങനെയുള്ള ഒരു ഗുണമൊന്നുമില്ല, അത്രയും കൊഴുപ്പും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ അതുകൂടെ അരിഞ്ഞിട്ട് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടെന്ന് ചില സമയത്ത് അത് നമ്മൾ ഉപയോഗിക്കുന്നത് കിശുകിശായിരിക്കും ചിലത്. അപ്പോൾ അതവിടെ നിന്ന് കഴുകിയെടുത്ത് വെച്ചിട്ട് ഞാനിവിടെ അരി അപ്പോഴത്തേക്കിന് റെഡിയായി അതൊന്ന് വാർത്തിട്ടിട്ടുണ്ട്. അന്നേരം ഉച്ചയ്ക്ക് പോളിന് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്. അപ്പോൾ പോളിന് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വേണ്ട, കഴിഞ്ഞ ദിവസം വെള്ളക്കടലക്കറി ഉണ്ടാക്കിയില്ലേ, അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അവന് വേണ്ടി ഇപ്പം ഞാനത് ഒന്ന് ഓവന് വെച്ച് ചൂടാക്കിയിട്ട് അവന് ചപ്പാത്തിയുടെ കൂടെ ഇതാ കൊടുത്തത്. അപ്പോൾ എൻ്റെ അവിയൽ റെഡി ആയിട്ടില്ല. പിന്നെ കഷ്ണങ്ങളെല്ലാം കുക്കറി ഇട്ടിട്ട് ഞാൻ അവിയലുള്ള അരപ്പ് അരച്ച് ഉപ്പൊക്കെ ചേർത്ത് ഇപ്പം സമയത്തിരി ആയതുകൊണ്ട് പെട്ടെന്നെല്ലാം കൂടെ അങ്ങ് ചേർത്ത് ഒരു വിസിലടിച്ചെടുക്കാമെന്ന് വെച്ച്. അപ്പം മുരിങ്ങയ്ക്ക ഞാനിവിടെ ഒരു ചീനച്ചട്ടിക്കകത്ത് ഇത്തിരി ഉപ്പും മഞ്ഞളും ഇട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുക്കറി വേവിച്ച മുരിങ്ങയ്ക്ക കഷ്ണങ്ങൾ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിയൽ തിളച്ച് ലാസ്റ്റ് ഉള്ള അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നല്ല അവിയലായിരുന്നു, നമ്മൾ ചേമ്പൊക്കെ ചേർത്തതുകൊണ്ട്. പിന്നീട് ഞാനൊരു തൈരൊക്കെ ഉടച്ച് ഒരു മോര് റെഡിയാക്കി അതിന് ലാസ്റ്റിൽ ഇപ്പം കടുകൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മോരുകറി ഇവിടെ റെഡിയായി. അവിയൽ, മോരുകറി, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, വേണ്ടിയവർക്ക് വേണേൽ കടലക്കറിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കൊച്ചു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ
ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കെന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.